ആന തൻ്റെ തുമ്പിക്കൈ ആകാശത്തേക്ക് ഉയർത്തി കാടിനെ നടുക്കുന്ന രീതിയിൽ ഭീകരമായി ചിഹ്നം വിളിച്ചു. മൈഥിലി ഭയന്നുപോയി. ഒരു നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം തൻ്റെ സർവശക്തിയും എടുത്തവൾ കാടിൻ്റെ ഉള്ളിലേക്ക് ജീവനും കൊണ്ടോടി. പിന്നാലെ മരങ്ങൾ കടപുഴകിയെറിഞ്ഞുകൊണ്ട് ആ ഗജവീരനും മൈഥിലിക്ക് പിന്നാലെ മരങ്ങൾ കടപുഴകി പാഞ്ഞു വന്ന ആ ഒറ്റാൻ പെട്ടെന്ന് നിന്നു. അതിൻ്റെ ചിഹ്നം വിളി നിലച്ചു. ചെവികൾ വട്ടം പിടിച്ചു. തുമ്പിക്കൈ വായുലുയർത്തി അതെന്തോ ഗന്ധം പിടിക്കാൻ ശ്രമിച്ചു. കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ് വരെ ക്രൗര്യത്തോടെ മൈഥിലിക്ക് നേരെ വന്ന ആ കൂറ്റൻ മൃഗം ഇപ്പോൾ പതുക്കെ പിന്നോട്ട് വലിയുന്നു. ആപത്തിൽ നിന്നും ആപത്തിലേക്ക് സഞ്ചരിക്കുന്ന മൈഥിലി ആനയുടെ കണ്ണുകളിൽ ഒരു തരം ഭയം നെയിലിച്ചു. ഈ കാട്ടിൽ തന്നേക്കാൾ കരുത്തനായ അല്ലെങ്കിൽ തന്നേക്കാൾ അപകടകാരിയായ മറ്റേതോ ഒന്ന് അവിടെ ഉണ്ടെന്ന് ആ മൃഗം തിരിച്ചറിഞ്ഞു. ആന 1-2 വട്ടം തലകുലുക്കി ഒരു തരം മുരൾച്ചയോടെ കാടിൻ്റെ ഇരുട്ടിലേക്ക് തിരിഞ്ഞു നടന്നു. മൈഥിലി തളർന്നു ഒരു മരത്തിലേക്ക് ചാരി നിന്നു. ആന എന്തുകൊണ്ട് പിന്തിരിഞ്ഞ് അവൾ അത്ഭുതപ്പെട്ടു. പക്ഷെ അവൾക്ക് കിട്ടിയ ആശ്വാസത്തിന് നിമിഷങ്ങളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അല്പം അകലെ ഇരുണ്ട് പൊന്തക്കാടുകൾക്കിടയിൽ നിന്ന് ആ ഭീകരമായ മുരൾച്ച ഉയർന്നു. ഇനി അവൾക്ക് പിടിച്ചു നിൽക്കുവാൻ വയ്യ. ഇനിയും അതുപോലെ എന്തെങ്കിലും വന്നാൽ ഓടാനും ചെറുത്ത് നിൽക്കാനുമുള്ള ശക്തി കൂടി അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തിളക്കമുള്ള 2 കണ്ണുകൾ, അതാണ് അവൾ ആദ്യം കണ്ടത്. ഒരു വലിയ പാത്രത്തിൽ ചായ ഒഴിച്ചതുപോലെ തിളങ്ങുന്ന മഞ്ഞയും കറുപ്പും വരകൾ. മഴ നനഞ്ഞുകൊണ്ട് അതിൻ്റെ രോമങ്ങൾ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. മുഖത്തിൻ്റെ ഒരു വശത്ത് പഴയതോ വെടിയുണ്ടേറ്റതിൻ്റെ ആയത്തിലുള്ള പാട്. ആ നേരെ പൂജിയായ കടുവ തൻ്റെ ഇരയെ മുന്നിൽ കണ്ടെന്നപ്പോൾ നാവൊന്ന് നീട്ടി നുണഞ്ഞു. മൈഥിലിക്ക് ചലിക്കാൻ പോലുമായില്ല. അവളുടെ കാലുകൾക്ക് മണ്ണിൽ തറച്ചുപോയി. കടുവയുടെ ശ്വാസത്തിൻ്റെ ശബ്ദം, ആ മുരൾച്ച പോലും അവൾക്ക് കേൾക്കാമായിരുന്നു. ഒപ്പം മാംസം ചീഞ്ഞളിഞ്ഞപ്പോലുള്ള ഗന്ധം. കടുവ പെട്ടെന്ന് തൻ്റെ പിൻകാലുകളിൽ ഊനിയൊന്നാഞ്ഞു. അത് മൈഥിലിക്ക് നേരെ ചാടാൻ തയ്യാറായി കഴിഞ്ഞു. അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ ഇറുക്കി അടിച്ചു. കടുവയുടെ ചൂരും അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. തലയൊന്നാട്ടിയ മൃഗം അവളുടെ നേരെ പാഞ്ഞെടുത്തു. മൈഥിലി കണ്ണുകൾ അടച്ചു. മരണത്തെ നീരിൽ കണ്ട നിമിഷം കടുവയുടെ ഗന്ധം അവളിലേക്ക് അടിച്ചു കയറി. അത് വായുവിൽ ഉയരാൻ തുടങ്ങിയ ആ സെക്കൻഡിൽ കാടിനെ നടക്കിക്കൊണ്ട് ഒരു വെടിയൊച്ച മുഴങ്ങി. പുകപടലങ്ങൾക്കിടയിലൂടെ മൈഥിലി കണ്ണുകൾ തുറന്നു. കാടിനെ നടുക്കിയ വെടിയൊച്ചയ്ക്ക് പിന്നാലെ ഒരു ഭീകരനായ അലർച്ചയും മുഴങ്ങിക്കേട്ടു. അവൾ പതുക്കെ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. തൊട്ടുമുന്നിൽ വായുവിൽ ഉയർന്ന് ചാടാൻ തുടങ്ങിയ ആ നരഭോജി കടുവ നിലത്ത് വീണ് പിടയുകയാണ്. മണ്ണിൽ കിടന്നത് ദയനീയമായി മുരണ്ടു. നരഭൂജിയായ ക്രൂരമൃഗത്തിന്റെ കണ്ണുകളിൽ ആദ്യമായി മരണഭയം നീലിച്ചു. ചെളിയിലും രക്തത്തിലും കുതിർന്ന് അത് തന്റെ നഖങ്ങൾ മണ്ണിൽ ആഴ്ത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. കടുവയുടെ ചോര മൈഥിലിയുടെ കാലുകൾക്കിടത്തേക്ക് ഒലിച്ചിറങ്ങി. മൈഥിലി വിറച്ചുകൊണ്ട് പിന്നോട്ട് മാറി. പെട്ടെന്ന് കാടിൻ്റെ ഇരുട്ടിൽ നിന്നും ഘനഗാംഭീര്യമായ ആ ബൂട്ട്സുകളുടെ ശബ്ദം ആ മഴയിലും അവൾ കേട്ടു. പുകയുന്ന റൈഫിളുമായി കറുത്ത ഊർക്കൂട്ടും മഴയിൽ നനഞ്ഞു കുതിർന്ന് ആ രൂപം അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ പതുക്കെ തൻ്റെ സൺഗ്ലാസ് മാറ്റി ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചു. ആ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. പിടയുന്ന കടുവയെ അവൻ ഒരു പുച്ഛത്തോടെ നോക്കി. എന്നിട്ട് തൻ്റെ മുട്ടുകൊണ്ട് ആ കടുവയുടെ തലയിൽ അമർത്തി ചവിട്ടി. ആരും നോക്കി നിന്ന് പോകുന്ന ആ പുരുഷ സൗന്ദര്യം അവൻ റൈഫിളിൽ താഴെ വെച്ചു. മൈഥിലിയുടെ അടുത്തേക്ക് നടന്നു വന്നു. മൈഥിലി ഭയന്നു. ആ മരത്തിൽ ഒട്ടി നിന്നു. ശ്രീറാം അവളുടെ അരികിലെത്തി. 6 അടിയിലധികം ഉയരമുള്ള ശ്രീറാമിന്റെ ദൃഢമായ ശരീരത്തിന് മുന്നിൽ മൈഥിലി വെറും ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെ തോന്നിപ്പിച്ചു. അവന്റെ വസ്ത്രത്തിൽ നിന്നും മഴവെള്ളം അവളുടെ ദേഹത്തേക്ക് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അവൾ ക്ഷീണിച്ചു. മുഖമൂർത്തി അവനെ നോക്കി. മൈഥിലിക്ക് അവനെ ദൈവം അയച്ചതുപോലെ തോന്നി. ശ്രീറാം പതുക്കെ കുനിഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ ശ്വസിക്കുമ്പോൾ അവന്റെ നെഞ്ചോർന്ന് താഴ്ന്ന മൈഥിലിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവളുടെ തലമുടിയിൽ നിന്നും വിറ്റു വീഴുന്ന വെള്ളം അവന്റെ ഷർട്ടിൽ വീണു പടർന്നു. ഏറെ നേരം മഴ കൊണ്ട് കാരണം അവൾ വല്ലാതെ തണുത്തു വിറച്ചിരുന്നു. അവളുടെ ശരീരം വിറകൊള്ളുന്നവൻ തിരിച്ചറിഞ്ഞു. അത്രയും ചേർന്നാണ് അവന്റെ നിൽപ്പ്. അവൾ ധരിച്ചിരുന്ന ബ്ലൗസും അടിപ്പാവടയും പല ഭാഗത്തായി കീറിക്കിടപ്പുണ്ടായിരുന്നു.
അവൻ്റെ നോട്ടം ഒരു വേള അവളിലൂടെ കടന്നുപോയി. അവൻ്റെ നിശ്വാസ ചൂട് അവളിലേക്ക് പടർന്നു. ശ്രീറാം പതുക്കി തൻ്റെ ദേഹത്തെ നനഞ്ഞ കറുത്ത ലെതർ ജാക്കറ്റ് അയച്ചു. ആ ജാക്കറ്റിൻ്റെ ചൂടും ഭാരവും അവളുടെ തോളുകളിൽ അമർന്നു. ശ്രീറാം ആ ജാക്കറ്റ് കൊണ്ട് അവളെ പൂർണ്ണമായും പുതപ്പിച്ചു. അവൻ്റെ ജാക്കറ്റിന് വന്യമായൊരു സുഗന്ധമായിരുന്നു. മഴയുടെയും സിഗരറ്റിൻ്റെയും പിന്നെ ഏതോ വിലക്കുടെ പെർഫ്യൂമിൻ്റെയും ഗന്ധം. അവൾ അവൻ്റെ നെഞ്ചോളം മാത്രം ഉയരമുള്ളത് കൊണ്ട് ആ ജാക്കറ്റ് അവൾക്ക് ഒരു പുതപ്പ് പോലെ തോന്നിപ്പിച്ചു. താങ്ക്സ്. അവൾ വിറയാർന്ന ശബ്ദത്തിൽ അവനെ നോക്കി. അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. അവൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത മനോഹരമായൊരു ചിരി. ആ ചിരിയിൽ ഒളിപ്പിച്ചു വെച്ച ചതി അറിയാതെ അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു. പോകാം. അവൻ്റെ ഗാംഭീര്യമാർന്ന ശബ്ദമുയർന്നപ്പോൾ അതെവിടെയോ കേട്ടിട്ടുള്ള പോലെ അവളൊന്ന് മിഴിച്ചു നോക്കി. റൈഫിൾ തോളിലേക്ക് വെച്ച് തിരിഞ്ഞു നടക്കുന്ന അവൻ്റെ പിന്നാലെ അവളും നടന്നു. അതെ, ഒന്ന് പതിയെ നടക്കൂ, എനിക്ക് തീരെ വയ്യ. ഏന്തിയും വലിഞ്ഞും നടക്കുന്നതിനിടെ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അവൻ്റെ നടപ്പിൻ്റെ വേഗത ഒന്ന് കുറഞ്ഞു. തല ചിരിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞൊന്ന് നോക്കി. അവൾ ചെരിപ്പില്ലാതെയാണ് നടക്കുന്നത്. ഒരുപക്ഷെ കാലു മുറിഞ്ഞിട്ടുണ്ടാകും. ശ്രീറാം ഒരു മുട്ട് നിലത്ത് കുത്തി അവളുടെ മുന്നിലേക്കിരുന്നു. വെളുത്തു മെലിഞ്ഞ കൊലുസണിഞ്ഞ കാൽ പിടിച്ചുയർത്തി അവളൊന്ന് പിന്നിലേക്ക് വെച്ചു. ദാ അവിടെ ഇരി. അല്പം ഉയർന്ന പാറക്കൂട്ടത്തിലേക്ക് അവളെ എടുത്തുയർത്തിയവൻ ഒപ്പം തന്നെ ഇരു കാലുകളും ഒന്ന് പരിശോധിച്ചു. 2 കാലും മുറിഞ്ഞിട്ടുണ്ട്. എന്തിനാ കാട്ടിലേക്ക് വന്നത്? തീർത്തും ശാന്തമായ സ്വരം. ഞാൻ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാ. ആരുടെ? ആ രാക്ഷസന്റെ. അത് പറയുമ്പോൾ ശബ്ദത്തിനൊപ്പം അവളുടെ ശരീരവും വിറച്ചിരുന്നു. എന്നെ നിങ്ങൾക്ക് സഹായിക്കാമോ? എന്ത് വേണമെങ്കിലും തരാം. എൻ്റെ പപ്പയോട് പറഞ്ഞ് തീർച്ചയായും ജീവിതകാലം മുഴുവൻ കഴിയുള്ള പണം നിങ്ങൾക്ക് ലഭിക്കും. ഒരു വിലപേശലിന് തയ്യാറായി മൈഥിലി. ഒരു നിമിഷം, നിങ്ങളുടെ പേരെന്താ? അവൾ വീണ്ടും അവനോട് ചോദിച്ചു. റാം. അവൻ മറുപടി നൽകി. ഓക്കെ റാം, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആ ജന്തുവിൽ നിന്നും എന്നെ രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എനിക്കിപ്പോൾ തോന്നി എന്താണെന്നറിയൂ. അവനൊന്നും മിണ്ടാതെ എന്തെന്ന ഭാവത്തിൽ അവളെ നോക്കി. നല്ല വിശപ്പ്, ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. മൈഥിലി ഒന്ന് ചിരിച്ചു. ആ നിമിഷം അവളുടെ കവിളിൽ തെളിഞ്ഞു കാണുന്ന നുണക്കുഴിയിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. അവൻ അവളെ താഴെ ഇറക്കി. മഴയപ്പോൾ തോർന്നിരുന്നു. എവിടേക്ക് റാം? വിശകുന്നില്ലേ? എങ്കി വാ. വീണ്ടും അവൻ്റെ പിന്നാലെ നടക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസം അവളെ പൊതിഞ്ഞു. റാം ഒത്തിരി ഒന്നും സംസാരിക്കില്ലെന്ന് തോന്നുന്നു. ഇല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം സംസാരിക്കുന്ന. റാമിന് പേടിയില്ലേ? ഇതെൻ്റെ കാടല്ലേ, ഞാനെന്തിന് പേടിക്കണം? ഓ, അപ്പം പുലിയും റാമിൻ്റെതാ? പുലിയല്ല, കടുവ. അവൾ പറഞ്ഞത് അവനൊന്ന് തിരുത്തി. അത് തന്നെ, കടുവ. പിന്നെ റാമിനെ മിലിയെന്ന് വിളിച്ചോ? എനിക്കങ്ങനെ വിളിക്കുന്ന ഇഷ്ടം. അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. മുന്നേ തന്നെ നടന്നു. അല്പദൂരം മുന്നോട്ട് നടന്നപ്പോഴാണ് അവളുടെ അനക്കമൊന്നും കേൾക്കാതെ അവൻ തിരിഞ്ഞു നോക്കിയത്. അവൾ പിന്നെയും മൂടിപ്പോയോ എന്നൊരു ചിന്ത അവനുള്ളിലെടുത്തു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവൻ പിന്തിരിഞ്ഞു നടന്നു. നോക്കുമ്പോൾ വാടിയ താമരപ്പൂ പോലെ നിലത്ത് വീണ കിടക്കുന്ന അവളെ കണ്ടു. മൈഥിലി. അവൻ അവളുടെ കവിളിലും തട്ടി വിളിച്ചു. എന്നിട്ടും എഴുന്നേൽക്കാതെ വന്നപ്പോൾ ഇരു കൈകളിലും കോരിയെടുത്തുകൊണ്ട് നടന്നു. കാടിൻ്റെ അതിർത്തിയോട് ചേർന്ന സർക്കാർ രേഖകളിൽ പോലുമില്ലാത്തൊരു ചെറിയ ആദിവാസി ഊര്. അവിടെ വൈദ്യുതിയില്ല, മൊബൈൽ റേഞ്ചില്ല. മുളയും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഏതാനും കുടിലുകൾ മാത്രം. മഴയിൽ കുതിർന്ന ആ മണ്ണിലൂടെ ബോധം മറഞ്ഞ മൈഥിലിയെ കൈകളിലേന്തി ശ്രീറാം നടന്നു വരുമ്പോൾ ഊരിലെ മനുഷ്യർ ബഹുമാനത്തോടെയും പേടിയോടെയും വഴിമാറി നിന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ അവൻ കാലനാണെങ്കിൽ ഈ കാട്ടിലെ ആദിവാസികളിൽ ശ്രീറാം ഒരു ദൈവത്തെ പോലെയാണ്. അവർ കരിയും മരുന്നും എത്തിക്കുന്ന, അവരെ ചൂഷണങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന അവരുടെ കാട്ടുരാജാവ്. ഊരിലെ ഏറ്റവും വലിയ കാടിനുള്ളിലേക്ക് അവൻ അവളെ പ്രവേശിപ്പിച്ചു. അവിടെ തറയിൽ വിരിച്ച പുൽപ്പായിൽ അവൻ അവളെ പതുക്കെ കിടത്തി. ഒരു വൃദ്ധനായ ആദിവാസി സ്ത്രീ ഓടി വന്നു. അവൾ മൈഥിലിയുടെ നെറ്റിയിൽ കൈവച്ചു. കടുവളെ, നന്നായി പനിക്കുന്നുണ്ട്. അവർ എന്തൊക്കെയോ പച്ചിലകൾ പിഴഞ്ഞു അവളുടെ നാവിലേക്ക് ഇറ്റിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം കാട്ടുചെടികൾ കത്തിച്ച പുകയുടെയും ഏതോ കാച്ചെണ്ണയുടെയും ഗന്ധം ശ്വസിച്ചാണ് മൈഥിലി കണ്ണു തുറന്നത്. മുകളിൽ മുള കൊണ്ടുള്ള മേൽക്കൂര,
ദൂരെ ഒരു മൺവിളക്ക് കത്തുന്നു. അവൾ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. മൂപ്പത്തി മൈഥിലിയുടെ നെറ്റിയിലെ നനഞ്ഞ മുടിയകൾ പതുക്കെ വകഞ്ഞു മാറ്റി. അമ്മ, ഉങ്ങൾക്ക് നല്ല ക്ഷീണം ഇറക്ക്, നല്ല ചൂട് കഞ്ഞി, അത് കുടിക്കൂ. മൈഥിലി തലയൊന്നാട്ടി അവർ നീട്ടിയ പാത്രം വാങ്ങി. വിശപ്പത്രയും അധികം അവളെ തളർത്തിയിരുന്നു. ആർത്തിയോടെ അവൾ കഞ്ഞി മുഴുവനും കുടിച്ചു. പിന്നെയും വാങ്ങി. വല്ലാത്തൊരു രുചി. ഇത്രയും രുചിയുള്ള ഭക്ഷണം അവൾ എന്നോളം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കഴിപ്പ് കണ്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു ആ സ്ത്രീ. അമ്മ, ഉനക്ക് വയറ്റിൽ പിള്ളേർക്ക? ആ, അവർ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലാകാതെ അവൾ തലയാട്ടി. കടുവളെ, നീ വിശേഷമായിരിക്ക രാസാത്തി. ഇനിമേൽ ഔട്ടവും ചാട്ടവും ഒന്നും വേണ്ട. ഉങ്ക വയറ്റിലൊരു പിള്ള ഉള്ളത് മറന്നിട്ടതാ. അപ്പോൾ അവരുടെ വാക്കുകൾ മൈഥിലിക്ക് മനസ്സിലാകുന്നത്. ഈശ്വര, ഞാൻ ഗർഭിണിയൊന്ന് കരുതിയു. അവൾ ഞെട്ടിലൂടെ അവരെ നോക്കി. ഏയ് രാമ! അവർ അവനെ ഉറക്കെ വിളിച്ചു. അവനൊന്ന് ആ കുടിലിന്റെ വാതിൽ ചാരി നിന്നു. ഉങ്ക പൊണ്ടാട്ടിയാ? നല്ല പാത്തുക്ക തമ്പുരാനെ. കുട്ടിരാജ വരുമ്പോ അവനെയും കൂട്ടിയിട്ട് വാ. എനിക്ക് നല്ല നിശ്ചയിറക്കും. അത് ആൺപിള്ള താൻ. അവളുടെ മുഖം വിളറി വെളുത്തു. അവൾ വിറയ്ക്കുന്ന കണ്ണുകളോടെ ശ്രീരാമനെ നോക്കി. ശ്രീരാമ അപ്പോഴും ആ കുടിലിന്റെ വാതിക്കലിൽ തോളും ചാരി നിൽക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് ഒരു വ്യത്യാസവുമില്ല. അവളുടെ തെറ്റിദ്ധാരണ തിരുത്താൻ അവൻ ശ്രമിച്ചതുമില്ല. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ഇരുട്ട് കൂടുതൽ പടർന്നു തുടങ്ങി. നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, അവൻ അവളോട് പറഞ്ഞു. മൈഥിലി ഇന്നിവിടെ തടഞ്ഞു നിർത്തേണ്ടത് അവൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മഴങ്ങി വീണില്ല. എങ്കിലും അവൻ അവളെയും കൊണ്ട് ഇവിടേക്ക് വന്നേനെ. അവൻ്റെ വിളിപ്പുറത്ത് തന്നെ മറ്റുള്ളവരും നിൽക്കുന്നു. ഇതൊന്നും അറിയാതെ അവനെ അന്ധമായി വിശ്വസിക്കുന്ന മൈഥിലിയും. രാം, എനിക്ക് ഉറക്കം വരുന്നു. എൻ്റെ അടുത്തുനിന്ന് എങ്ങി പോകില്ലേ? എനിക്കെന്തോ പേടിയാണ്. ആ കുടിലിനുള്ളിൽ അവർ ഇരുവരും മാത്രമേ ഉള്ളൂ. എണ്ണ വിളക്കിൻ്റെ പ്രകാശം അവളുടെ മുഖത്ത് തട്ടി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അടുത്തടുത്തിട്ടിരിക്കുന്ന 2 കയർ കട്ടിലുകൾ അവൻ കൈകൾ തലയ്ക്ക് പിന്നിൽ വെച്ച് മലർന്നു കിടന്നു. അല്പം മാറി അവളും. അവനൊന്ന് നോക്കി അവൾ കണ്ണുകൾ അടച്ചു. മൈഥിലി ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുറച്ചു മണിക്കൂറിനുള്ളിൽ തന്നെ അവൾ നിരങ്ങി അവൻ്റെ അടുത്ത് വന്നു. ശ്രീരാമൊന്ന് തലചിരിച്ച് അവളെ നോക്കി. നല്ല ഉറക്കമാണ്. ആ നിമിഷം തന്നെ അവൾ അവനെ ഇറുക്കെ പുണർന്നുകൊണ്ട് തല അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് വെച്ചു. അവൻ്റെ ശരീരം ഒന്ന് വെട്ടി വിറച്ചു. കത്തിയും തോക്കും മാറി മാറി പിടിക്കുന്നവൻ്റെ കൈക്കുള്ളിൽ ഒരു ശരീരം. അതിൻ്റെ മാർദ്ദവും അവൻ്റെ തലയ്ക്കുള്ളിൽ ഒരു സ്ഫോടനം നടന്നു. ഒപ്പം തന്നെ കഴിഞ്ഞു പോയ നാളുകൾ അവൻ്റെ നെഞ്ചിലേക്ക് ഓടിയെത്തി. ഒരു നിമിഷം കൊണ്ട് അവളോട് തോന്നിയ ആ വികാരം അത്രയും വെറുപ്പിലേക്ക് പരിണമിച്ചു. തന്നിൽ നിന്നും അവളെ അകറ്റി കിടത്തിയിട്ട് ഒരു സിഗരറ്റും തീ കൊളുത്തി അവൻ കുടിലിന് പുറത്തേക്ക് നടന്നു. മൈഥിലി അപ്പോൾ മനോഹരമായൊരു സ്വപ്നത്തിലായിരുന്നു. വീണ്ടും അവളുടെ കുടുംബങ്ങളുമൊത്തുള്ള സന്തോഷകരമായ ആ നിമിഷങ്ങൾ. പക്ഷേ ഇനി അതൊന്നും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ അവൾ അവനെ ഒരിക്കലും വിശ്വസിക്കുമായിരുന്നില്ല.